നമസ്കാരം. 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ കേരളത്തിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് സ്ഥലം ചൂണ്ടിക്കാട്ടി തരൂ, അന്ന് ആ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാം. അന്ന് മുതൽ ആവശ്യപ്പെട്ടപ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ടാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ കാര്യ ഗൗരവം തന്നെ മനസ്സിലായിരിക്കുന്നത്. മനസ്സിലായി വന്നപ്പോൾ ഓരോ MP-മാർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ തന്നെ വേണം. തിരുവനന്തപുരത്തെ MP മാത്രം അതൊന്നും ആവശ്യപ്പെട്ടില്ല. കഴിഞ്ഞ 10-15 വർഷമായി തിരുവനന്തപുരത്തിന് MP ആയിരിക്കുന്ന തരൂര് തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ എല്ലാ വോട്ടർമാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ അവികസിത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കണമെന്ന കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. ഇത് ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാരണമാകുമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെടുകയുണ്ടായി. പണിമുടക്കുകൾ കൊണ്ട് പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ട ഒരു സ്ഥലത്ത് എയിംസ് വരണം. അങ്ങനെ ആ പ്രദേശത്തിൻ്റെ മികച്ച സുസ്ഥിര വികസനം സാധ്യമാക്കാം. അത്തരമൊരു വികസനം റിയൽ എസ്റ്റേറ്റ്, വാടക വിപണികൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. വികസനത്തിനായി പുതിയ സോണുകൾ സൃഷ്ടിക്കപ്പെടണം. കാസർഗോഡിനാണ് എയിംസ് ആവശ്യമെങ്കിൽ അത് അവിടെ വരുമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. വിപുലീകരണത്തിലൂടെ കൊച്ചി മെട്രോയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനാകും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മധുരയെ കമ്പം തേനി വഴി വണ്ടിപ്പെരിയാർ, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, കുമരകം, വൈക്കം, മുഹമ്മ എന്നിവിടങ്ങളിൽ ബന്ധിപ്പിക്കുന്ന 4 വരിപ്പാലത്തിൻ്റെ നിർമ്മാണം ആലപ്പുഴയെ തമിഴ്നാട്ടിലെയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെയും ദേശീയപാതയുമായി ബന്ധിപ്പിക്കും. വയനാടിൻ്റെ പുനർനിർമ്മാണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൺസോർഷ്യം രൂപീകരിക്കണം. സ്വാർത്ഥ താൽപര്യങ്ങൾക്കനുസൃതമാകാതെ ഫണ്ടുകളുടെ സമഗ്രമായ ഓഡിറ്റ് ആവശ്യപ്പെടുന്ന സുതാര്യതയും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതാണ് കൺസോർഷ്യം രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്നത്. അർഹതപ്പെട്ട പ്രദേശങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ശ്രദ്ധയും വിഭവങ്ങളിൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി വികസനത്തിന് കൂടുതൽ നീതിപൂർവമായ സമീപനം വേണമെന്നാണ് സുരേഷ് ഗോപി അഭിപ്രായപ്പെടുന്നത്.